Hello all, welcome to our next session, that is what can matter change its state. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ്, അതിനെന്താണ് പറയുക? ഡെൻസിറ്റി. മാസ് പെർ യൂണിറ്റ് വോളിയം, അതിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുക. ഓക്കെ. Can matter change its state? We all know from observation that water can exist in 3 states of matter. അല്ലേ? വെള്ളം 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. ഏതൊക്കെയാ? സോളിഡ് പറയുമ്പോൾ ഐസ്, ലിക്വിഡ് പറയുമ്പോൾ വാട്ടർ, ഗ്യാസ് ആണെങ്കിലോ വാട്ടർ വേപ്പർ. വാട്ട് ഹാപ്പൻ ഇൻസൈഡ് ദ മാറ്റർ ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? വാട്ട് ഹാപ്പൻസ് ടു പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്? അല്ലേ? അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിലേക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഹൗ ഡസ് ദിസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ടേക്ക് പ്ലേസ്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആക്ടിവിറ്റി. Take about 150 gram of ice in a beaker and suspend a laboratory thermometer so that its bulb is in contact with the ice. അപ്പോൾ നമ്മൾ എന്താ എടുത്തത്? 150 gram ഐസ് എടുത്തു അല്ലേ, ഒരു ബീക്കറിലേക്ക്. എന്നിട്ട് അതിലേക്ക് തെർമോമീറ്റർ ഡിപ്പ് ചെയ്തു. ദാറ്റ് ഈസ് ഇറ്റ്സ് ബൾബ് ഈസ് ഇൻ കോണ്ടാക്ട്. അതിൽ തെർമോമീറ്ററിൽ ആ ബൾബ് എന്താണ്? ഐസുമായിട്ട് കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ തെർമോമീറ്റർ. ഗ്ലാസ് stirrer, beaker and ice burner is their iron stand. ബീക്കർ, വാട്ടർ, ബർണർ. ഓക്കെ, ഐസ് ഇപ്പം എന്തായി? ചൂടാക്കിയപ്പോൾ വാട്ടറായി. സ്റ്റാർട്ട് ഹീറ്റിംഗ് ദ ബീക്കർ ഓൺ എ ലോങ് ഫ്ലെയിം. അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ ആ ബീക്കർ ഹീറ്റ് ചെയ്യാം. നോട്ട് ദ ടെമ്പറേച്ചർ വെൻ ദ ഐസ് സ്റ്റാർട്ട്സ് മെൽറ്റിംഗ്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് ഈ ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നോട്ട് ദ ടെമ്പറേച്ചർ വെൻ ഓൾ ദ ഐസ് ഹാസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. അപ്പോൾ ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം അല്ലേ? എല്ലാ ഐസും എന്താണ്? വെള്ളമായ ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്യാം. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ഫോർ ദിസ് കൺസർവേഷൻ ഓഫ് സോളിഡ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. നൗ പുട്ട് എ ഗ്ലാസ് റോഡ് ഇൻ ദ ബീക്കർ ആൻഡ് ഹീറ്റ് വൈൽ സ്റ്റിറിംഗ് ടിൽ ദ ബീക്കർ സ്റ്റാർട്ട്സ് ബോയിലിംഗ്. അപ്പം എന്താണ്? നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? തിളയ്ക്കണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കീപ് എ കെയർഫുൾ ഐ ഓൺ ദ തെർമോമീറ്റർ റീഡിംഗ് ടിൽ മോസ്റ്റ് ഓഫ് ദ വാട്ടർ ഹാസ് വേപ്പറൈസ്ഡ്. എല്ലാ വെള്ളവും വേപ്പറൈസ് ആവണ വരെ നമ്മളത് നോക്കണം, തെർമോമീറ്ററിലേക്ക് ഒബ്സർവ് ചെയ്യണം. Record your observation for the conversion of water into liquid state into gaseous state. അപ്പോൾ ഈ ഒബ്സർവേഷന് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഫോർ ദ കൺവേർഷൻ ഓഫ് വാട്ടർ, അല്ലേ? വെള്ളമാണ് ഇത് ലിക്വിഡ് സ്റ്റേറ്റിലും പിന്നെ അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്കുമായിട്ട് മാറുന്നു. ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് സോളിഡ്സ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് എ മൂവ്മെന്റ്, പാർട്ടിക്കിളുടെ മൂവ്മെന്റും എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. Due to increase in kinetic energy, the particles start vibrating with a greater speed. Energy supplied by heat overcomes the force of attraction between the particles. അപ്പോൾ ആ ചൂട് തരണ ഇതുണ്ടല്ലോ, എനർജി സപ്ലൈഡ് ബൈ ഹീറ്റ്. ചൂടിൽ നിന്നും അവർക്ക് ആ എനർജി ലഭിക്കുന്നു. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. ഓവർകം ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. Particles leave their fixed position and start moving more freely. അപ്പോൾ അവരുടെ ആ പൊസിഷനിൽ നിന്ന് മാറിയിട്ട്, ഹീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് അവരെന്താണ്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയാണ്. എ സ്റ്റേജ് ഈസ് റീച്ച്ഡ് വെൻ ദ സോളിഡ് മെൽറ്റ്സ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് എത്തും വെൻ ദ സോളിഡ് ഈസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. സോളിഡ് മെൽറ്റ് ചെയ്യും, എന്നിട്ട് അതെന്താണ്? ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. Minimum temperature at which a solid melt to become a liquid at atmospheric pressure, it is known as the melting point. അപ്പോൾ ആ മിനിമം ടെമ്പറേച്ചർ അല്ലേ എപ്പോഴാണ്? സോളിഡ് മെൽറ്റ് ടു ബിക്കം എ ലിക്വിഡ്. ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് മെൽറ്റ് ടു ബിക്കം എ ലിക്വിഡ് അറ്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇറ്റ് ഈസ് കോൾഡ് ദ മെൽറ്റിംഗ് പോയിന്റ്. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് മെൽറ്റ് ടു ബിക്കം എ ലിക്വിഡ്. അപ്പോൾ ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് മെൽറ്റ് അല്ലേ, ഏറ്റവും മിനിമം ടെമ്പറേച്ചറിൽ ഈ സോളിഡ് എന്നിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒരു ലിക്വിഡ് ആവുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുക. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എ സോളിഡ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് എന്ത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിതിൽ മനസ്സിലായി. ഏത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈവൻ ഇറ്റ് ഈസ് സ്ട്രോങ് ഓർ വീക്ക് അല്ലേ, ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ സ്ട്രെങ്ത്. അപ്പോൾ എത്ര പെട്ടെന്നാണ് അത് മെൽറ്റ് ആവുന്നത് എന്നുള്ളതിലാണ് നമുക്ക് എന്ത്? ആ പാർട്ടിക്കിൾസ് ഏത് തരം ഫോഴ്സിലാണ്
അട്രാക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 273.15 കെൽവിൻ. ദ പ്രോസസ് ഓഫ് മെൽറ്റിംഗ്, ദാറ്റ് ഈസ് മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സോളിഡിനെ ലിക്വിഡ് ആക്കുക അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്യൂഷൻ എന്ന് പറയുക. സോളിഡ് സ്റ്റേറ്റിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുക. When a solid melts, its temperature remains the same. സോളിഡ് മെൽറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്താണ്, ടെമ്പറേച്ചറിന് മാറ്റമൊന്നുമില്ല. സോ വേർ ഡസ് ദ ഹീറ്റ് എനർജി ഗോ? അപ്പോൾ ഈ ഹീറ്റ് എനർജി എവിടേക്കാണ് പോകുന്നത്? യു മസ്റ്റ് ഹാവ് ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ദ എക്സ്പെരിമെന്റ് ഓഫ് മെൽറ്റിംഗ് അപ്പ് അല്ലേ, മെൽറ്റിങ്ങിന്റെ എക്സ്പെരിമെന്റിൽ എന്താണ്, that the temperature of the system does not change after the melting point is reached. ടെമ്പറേച്ചറിന് ഒരു മാറ്റവും ഇല്ല അല്ലെ, മെൽറ്റിംഗ് പോയിന്റിൽ എത്തിയ ശേഷം ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും ഇല്ല. till all the ice melts, എല്ലാ ഐസും മെൽറ്റ് ആവണ വരെ ഈ ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും ഇല്ല. this happens even though we continue to heat the beaker അല്ലേ, എന്താണ്, നമ്മൾ തുടർച്ചയായിട്ട് ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോഴും ഒരു മാറ്റവും ഇല്ല. that is we continue to supply heat. The heat get used up in changing the state by overcoming the force of attraction. So the force of attraction between the particles. As this heat energy is absorbed by ice without showing any rise in temperature. അതായത് ഹീറ്റ് എനർജി ഐസ് എന്ത് ചെയ്യും, ആ ഹീറ്റ് അബ്സോർബ് ചെയ്യും അല്ലേ, without showing any rise in temperature. It is considered that it gets hidden into its contact of the beaker and it is known as the latent heat. The word latent means hidden. ഒളിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ലാറ്റന്റെ അർത്ഥം. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ് എനർജി ഐസ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, it starts melting up. So it is considered it gets hidden into the content of the beaker. അപ്പോൾ ലാറ്റന്റെ വേർഡ് മീനിങ് ആണ് ഹിഡൻ. ഓക്കെ, amount of heat energy that is required to change latent heat change that is required 1 kg of a solid into liquid. സോളിഡിനെ ലിക്വിഡ് ആക്കാൻ 1 kg സോളിഡിനെ ലിക്വിഡ് ആക്കാൻ എത്ര ഹീറ്റ് എനർജി ആണോ റിക്വയർഡ് at atmospheric pressure, at its melting point it is known as the latent heat of fusion. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൺസിഡർ ചെയ്യും, കാരണം ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് സബ്സ്റ്റൻസ് സ്റ്റാർട്ട്സ് മെൽറ്റിംഗ്. സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് 1 kg of a solid it is being converted into a liquid at the atmospheric pressure and the melting point, it is known as what, latent heat of fusion. So particles in water at 0 degrees Celsius in എന്താ പറയുക 273 Kelvin have more energy as compared to particles in ice അല്ലേ. Particles in water at 0 degrees Celsius പറയുമ്പോൾ അത് കെൽവിൻ ആക്കണമെങ്കിൽ 0 plus 273 that is 273 Kelvin have more energy compared to particles in ice at the same temperature. അപ്പോൾ ഇതൊക്കെ ഫില്ലപ്പിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പാർട്ടിക്കിൾസ് ഇൻ ദ water it is having more energy than that compared with that in the ice, particles in the ice. When we supply heat energy to water, particles start moving even faster. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യണു, ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ സ്പീഡായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. at a certain temperature a point is reached when the particles have enough energy. അപ്പോൾ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്താവും, enough energy to break free from the force of attraction to each other. അപ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ എല്ലാം ബോണ്ട് ആയിട്ടിരിക്കുകയല്ലേ, സോ ദേ വിൽ സ്റ്റാർട്ട് ബ്രേക്കിംഗ് ആസ് വി റേസ് ദ ടെമ്പറേച്ചർ. ആൻഡ് എ ടെമ്പറേച്ചർ ഇറ്റ് ഈസ് റേസ്ഡ് വെൻ നോ മോർ പാർട്ടിക്കിൾസ് ഇസ് ബീൻ ലെഫ്റ്റ് അല്ലേ, ഒരു പാർട്ടിക്കിൾ പോലും ഇനി ബ്രേക്ക് ചെയ്യാൻ ലെഫ്റ്റ് ആയിട്ടില്ല. ദിസ് ടെമ്പറേച്ചർ ദ ലിക്വിഡ് സ്റ്റാർട്ട് ചേഞ്ചിങ് ഇൻ ടു ഗ്യാസ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് സ്റ്റാർട്ട് ബോയിലിംഗ് അറ്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇറ്റ് ഈസ് നോൺ എസ്. ഏത് ടെമ്പറേച്ചറിലാണോ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറാൻ പോകുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അതായത് ലിക്വിഡിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസ് പെട്ടെന്ന് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ എ സർട്ടൻ ബോണ്ട്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആൻഡ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദർ ഇസ് നോ ഫർദർ പാർട്ടിക്കിൾസ് ടു ബി സെപ്പറേറ്റഡ്, that is the boiling point. That is, it is going to change into the liquid gaseous state. Boiling is a bulk phenomenon. Particles from the bulk of a liquid gain enough energy to change into the vapor state. For water, this temperature, വെള്ളത്തിലെ ഈ ടെമ്പറേച്ചർ എത്രയാണ്, 373 Kelvin.
100 degrees Celsius 273 plus 100 പറയുമ്പോൾ 373 Kelvin. Define the latent heat of vaporization. Do it in the same way as we have defined the latent heat of fusion. Fusion defined ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? Latent heat of vaporization. അതായത് 1 kg സോളിഡിനെ ലിക്വിഡ് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ at a given atmospheric pressure നെയാണ് latent heat of fusion എന്ന് പറഞ്ഞത്. അതേപോലെ എന്താണ്? Particles in steam, that is in water vapor at 373 Kelvin. 373 Kelvin നമ്മളിപ്പോൾ gaseous state നെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പോൾ 100 degrees Celsius the water starts boiling and it is being converted to the gaseous state. More energy than water at the same temperature. This is because particles in steam have absorbed extra energy in the form of latent heat of vaporization. അപ്പോൾ സ്റ്റീമിൽ എന്താണ്? അതാണ് ആവി കൊണ്ടുള്ള ചൂടേൽക്കുമ്പോൾ പൊള്ളലേൽക്കുന്നതിനേക്കാൾ എന്താണ് ചൂട് കൂടുതലാണ് ഈ ആവിയിൽ നിന്ന് വരുന്നത്. In the form of latent heat of vaporization. Okay. So solid state, that is particles in the steamലുള്ള particles എന്ത് ചെയ്യും? കൂടുതലായിട്ട് എനർജി അബ്സോർബ് ചെയ്യും in the form of latent heat of vaporization. Solid state, on heating it is converted to liquid state. On heating it is converted into gaseous state. Gaseous state, on cooling it is converted into liquid state. Then it is converted into solid state. So if we infer the state of matter can be changed into another state by changing the temperature. We have learned that substance around us change state from solid to liquid and from liquid to gas in the application of heat. Heatന്റെ applicationലാണ് solidum liquidum ഒക്കെ ആയിട്ട് അത് മാറുന്നത്. But there are some of the change directly from solid state to gaseous state and vice versa without changing into അല്ലേ? സോളിഡിന് നേരിട്ട് എന്താണ് gaseous സ്റ്റേറ്റിലേക്ക് പോവും. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരാതെ നേരിട്ട് gaseous സ്റ്റേറ്റിലേക്ക് അത് പോവും. Take some camphor, crush it and put it in a china dish. Put an inverted funnel over the china dish. Put a cotton plug on the stem of the funnel. അപ്പോൾ നമ്മൾ എന്താ എടുക്കുന്നത്? കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? ഒരു ചൈന ഡിഷിൽ കർപ്പൂരം എടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് camphor it is being solidified. Heat സപ്ലൈ ചെയ്യാണ്. Camphor vapors coming out, but we have put a cotton plug there. അല്ലേ? കോട്ടൺ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ. A change state directly from the solid to gas without changing into liquid state, it is called sublimation. And a direct change of gas to solid without changing to liquid, it is called deposition. അപ്പോൾ എന്താണ്? Change of state from solid to gas. സോളിഡിന് നേരിട്ട് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്ലിമേഷൻ എന്ന് പറയുക. സോളിഡ് ടു ഗ്യാസിലേക്ക് പോകുന്നതിനെയാണ് സബ്ലിമേഷൻ. എസ് എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്ന സോളിഡ് ടു ഗ്യാസ്. സോ സബ്ലിമേഷൻ. ലിക്വിഡ് ആൻഡ് ദ ഡയറക്റ്റ് ചേഞ്ച് ഗ്യാസ് ടു സോളിഡ്, അതായത് ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് കണ്ടീഷനിലും അത് ലിക്വിഡ് സ്റ്റേറ്റ് ഫോം ചെയ്യില്ല. സോളിഡ് ടു ഗ്യാസിനെ സബ്ലിമേഷൻ എന്ന് പറയും, ഗ്യാസ് ടു സോളിഡിനെ ഡെപ്പോസിഷൻ എന്നും പറയും. ഓക്കെ, സോളിഡ് ഡെപ്പോസിറ്റ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ഇതിൽ ക്യാംഫർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ, ഫണലിൻ്റെ സൈഡിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുകയാണ് ചെയ്യുന്നിരിക്കുന്നത്. ക്യാംഫർ സോളിഡിഫൈഡ്. Effect of change of pressure. We have already learned that the difference in various states of matter, it is due to the difference in the distance between the constituent of particles. അതായത് മാറ്റർ പലതരത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ കാരണം അവർ തമ്മിലുള്ള എന്താണ്? കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ്. ഗ്യാസിൽ സ്പ്രെഡ് ആയി കിടക്കും, ലിക്വിഡ് ഓൾസോ ലിറ്റിൽ ബിറ്റ്, ബട്ട് ഇൻ ദ സോളിഡ് ഇറ്റ് ഈസ് ടൈറ്റ്ലി പാക്ഡ്. What will happen? We start putting pressure and compress a gas enclosed in a cylinder. Will the particles come closer? Do you think that increasing or decreasing the pressure can change the state of matter? ഒരു സിലിണ്ടർ എടുത്തു, അതിൽ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്, പിസ്റ്റൺ വെച്ച് നമ്മൾ പ്രസ് ചെയ്യാണ് അല്ലേ? ഇറ്റ് ഈസ് ബീൻ ടൈറ്റ്ലി പാക്ഡ്. ക്യാൻ ബി ബ്രോഡ് ക്ലോസ് ടുഗദർ അല്ലേ? ക്ലോസ് അതിനെ അടുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്ലൈയിങ് പ്രഷർ ആൻഡ് റെഡ്യൂസിങ് ടെമ്പറേച്ചർ ക്യാൻ ലിക്വിഫൈ ഗ്യാസ്. പ്രഷർ അപ്ലൈ ചെയ്യുക, ടെമ്പറേച്ചർ കുറയ്ക്കുക, അപ്പോൾ എന്താണ്? ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. ഹാവ് യു ഹേർഡ് ഓഫ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്? ഇറ്റ് ഇസ് സ്റ്റോർഡ് അണ്ടർ ഹൈ പ്രഷർ. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഹൈ പ്രഷറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. Solid carbon dioxide get converted directly into gaseous state on decrease of pressure to 1 atmosphere
without coming into liquid state. അതായത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് നേരിട്ട് എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ഫോം ചെയ്യുകയാണ് അല്ലേ. ഓൺ ഡിക്രീസിങ് ഓഫ് പ്രഷർ ഡിക്രീസ് ചെയ്തു 1 atmosphere വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്താ പറയുക, ഡ്രൈ ഐസ് എന്നാ പറയുക. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് എവിടേക്കാണ് പോകുന്നത്, ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓൺ ഡിക്രീസിങ് ദ പ്രഷർ ഡിക്രീസ് ചെയ്തു എത്ര, 1 atmosphere അല്ലേ. without coming to solid to gas without coming to the liquid at what atmospheric pressure, and it is known as the dry ice. Thus we can see that the pressure and temperature determine the state of a substance, whether it is a solid, liquid or a gas. Solid, that is on fusion it is changed into liquid, vaporization, gas. Gas on condensation it is changed into liquid, solidification of solid. Gas on deposition, solid. Okay. So liquid on solidification, solid. Gas on condensation, liquid. Liquid on vaporization, gas. Gas on deposition, solid. And solid on sublimation, gas. Okay, the separate ആയിട്ട് നമ്മൾ എഴുതി വെക്കണം, ഓരോ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെക്കുക. The next topic is the evaporation. Do we always need to heat or change pressure for changing solid of matter? എല്ലാ സമയത്തും സോളിഡിനെ മാറ്റണമെങ്കിൽ for changing state of matter, സോളിഡ് എന്നല്ല ഒരു മാറ്റർ മാറ്റണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ആക്കണമെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് ഈ ചൂടും ഹീറ്റും പ്രഷറും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. Can you quote some examples from everyday life where change of solid state from liquid to vapor take place without the liquid reaching the boiling point? Water when left uncovered slowly change into vapor. Wet clothes dry up. അല്ലേ, നമ്മൾ നനച്ച തുണി ഇടുമ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. It is getting vaporized easily. We know that particles of matter are always moving and are never at rest. എല്ലാ പാർട്ടിക്കിൾസും എല്ലാ ടൈമിലും എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരിക്കലും റെസ്റ്റിംഗ് പൊസിഷനിലല്ല. At a given temperature in any gas, liquid or solid, there are particles with different amounts of kinetic energy. അപ്പോൾ എല്ലാത്തിനും വ്യത്യസ്തമായ കൈനറ്റിക് എനർജി അത് പോസ് ചെയ്യുന്നുണ്ട്. In the case of liquids, a small fraction of particles at the surface having higher kinetic energy is able to break away from the force of attraction of other particles and get converted into vapor. This phenomenon, change of liquid into vapor, that is the phenomenon in which change of liquid into vapor at any temperature below its boiling point, it is known as evaporation. Liquid is changed into vapor. അപ്പോൾ എല്ലാ ഡെഫിനിഷനുകളും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക ഒരു പേപ്പറിൽ. Phenomenon in which change of liquid to vapor at which the temperature below its boiling, അപ്പോൾ ബിലോ ബോയിലിംഗ് പോയിന്റ് ആകുമ്പോൾ മാത്രമാണ് എന്താണ് അത് വേപ്പറൈസ്ഡ് സ്റ്റേറ്റിലാവുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇവോപ്പറേഷൻ എന്ന് പറയുക. Liquid, it is changed into vapor at any temperature below its boiling point. Factors affecting evaporation. Let us understand with this activity. Activity 1.14. Take 5 ml of water in a test tube and keep it near a window or under a fan. 5 ml of water in an open china dish, keep it near a window or a fan. Take 5 ml of water in an open china dish, keep it inside cupboard or shelf in your classroom. Record the room temperature, record the time of days taken in the above cases. Repeat the above 3 steps activity on a rainy day and record your observation. What do you infer about the temperature surface area? അതായത് വെള്ളം നമ്മൾ ചൈന ഡിഷോ ഏതെങ്കിലും വെസലിൽ എടുത്തിട്ട് വിൻഡോയുടെ അടുത്ത് ഫാന് കബോർഡിൽ വെച്ചിട്ട് അതിൽ ലെവലുള്ള വ്യത്യാസം പിന്നെന്താണ് ടെമ്പറേച്ചർ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ നോട്ട് ചെയ്യണം. We must have observed the rate of evaporation increases with an increase in surface area. അതായത് rate of evaporation എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. Evaporation is a surface phenomenon. If the surface area is increased, rate of evaporation increases. For example, while putting clothes for drying up, you spread them out. അല്ലേ, evaporation എന്ന് പറയുന്നത് എന്താണ്? It is a surface phenomenon. If the surface area is increased, evaporation എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനയാണ്. സർഫസ് ഏരിയ ഇൻക്രീസ്ഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി അവർ തരുന്ന എക്സാമ്പിൾ എന്താണ്, നമ്മൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ട് വിരിച്ചിടുക ചെയ്യുന്നത് അല്ലേ.
ഇല്ല കൂട്ടമായിട്ട് ഇരുന്ന പെട്ടെന്ന് ഡ്രൈ അപ്പ് ആവും ഇല്ല വിരിച്ചിട്ടാൽ എന്താണ് സഡൻലി ഇറ്റ് വിൽ ഡ്രൈ അപ്പ് ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഫോർ ദിസ് അതാണ് അതിനെ സർഫസ് ഫിനോമിന എന്ന് പറയുന്നത് an increase of temperature with increase of temperature more number of particles get enough kinetic energy to go to the vapor state അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് കുറേ പാർട്ടിക്കിൾസിന് അല്ലെ കുറേ പാർട്ടിക്കിൾസിന് എന്താ കിട്ടുക കൈനറ്റിക് എനർജി കിട്ടും വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള കൈനറ്റിക് എനർജി കിട്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള കൈനറ്റിക് എനർജിയും ആ പാർട്ടിക്കിൾസിന് ലഭിക്കും ഓക്കെ then a decrease in humidity is the amount of water vapor present in air ഈർപ്പം എന്ന് പറയില്ലേ അതാണ് ഹ്യൂമിഡിറ്റി എയർ അറൗണ്ട് us cannot hold more than a definite amount of water vapor at a given temperature അതായത് വായുവിന് ഒരു ലിമിറ്റ് ഉണ്ട് ഈ വാട്ടർ വേപ്പറിനെ കീപ്പ് ചെയ്യാനുള്ളത് അല്ലെ പ്രത്യേക ടെമ്പറേച്ചറിൽ വാട്ടർ വേപ്പറിനെ കീപ്പ് ചെയ്യാനുള്ള അളവുണ്ട് there is a level the air around hold more than a definite amount of water vapor at a given temperature if the amount of water in air is already higher the rate of evaporation decreases അപ്പോൾ നീരാവി ആയിട്ട് പോകുന്നത് കുറയും എന്താണ് എയറിൽ കണ്ടമാനം വാട്ടർ പ്രസന്റ് ആണെങ്കിൽ നീരാവി ആയിട്ട് പോകുന്നത് കുറയും അപ്പോൾ എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് the amount of water vapor that is present in the air അല്ലേ അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുക an increase in wind speed it is a common observation that clothes dry faster on a windy day അല്ലേ നല്ല കാറ്റുള്ള ദിവസമാണെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടും with the increase in wind speed particles of water vapor move away from the wind away with the wind decreasing the amount of water vapor in the surroundings അതായത് നല്ല കാറ്റുള്ള ദിവസമാണെങ്കിൽ നമ്മുടെ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കാരണം എന്താണ് വെള്ളത്തിൽ ഈർപ്പമുള്ള വെള്ളം ഉണ്ടല്ലോ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ വേപ്പർ മൂവ് അവരെന്താണ് കാറ്റിന്റെ ദിശയിലൂടെ അവർ സഞ്ചരിക്കാൻ തുടങ്ങും അതോടുകൂടിയിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തിന്റെ അളവ് കുറയും ഓക്കെ നീരാവിയുടെ ഈർപ്പത്തിന്റെ അളവ് കുറയും ഹൗ ഡസ് ഇവാപറേഷൻ കോസ് കൂളിംഗ് ഇൻ ആൻ ഓപ്പൺ വെസൽ ദ ലിക്വിഡ് കീപ്സ് ഓൺ ഇവാപറേറ്റിംഗ് അല്ലേ നമ്മളൊരു പാത്രത്തിൽ വെള്ളം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീരാവി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ദ പാർട്ടിക്കിൾ ഓഫ് ലിക്വിഡ് അബ്സോർബ് എനർജി ഫ്രം ദ സറൗണ്ടിങ് ടു അതായത് ഈ പാർട്ടിക്കിൾസ് ഇപ്പം നമ്മൾ ഒരു പാത്രം തുറന്നു വെക്കുകയാണെങ്കിൽ വെള്ളമുള്ള ഒരു പാത്രം തുറന്നു വെക്കുകയാണ് അപ്പോൾ അതിൽ ലിക്വിഡ് ഇല്ലേ അവരുടെ നീരാവി ആയിട്ട് പോണ സമയത്ത് അത്രയും എനർജി അവർ ലോസ് ചെയ്യാണ് ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അറ്റ്മോസ്ഫിയറിലുള്ള particles of atmosphere energy they will absorb okay in the form of water this absorption of energy from the surrounding atmosphere energy absorb ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ആ ഈർപ്പം അറ്റ്മോസ്ഫിയറിലുള്ള എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ സറൗണ്ടിങ്സ് കൂൾ ആയിരിക്കും ഓക്കെ what happens when you pour some acetone on your palm particles gain energy nail polish remover അല്ലേ അതാണ് acetone particles gain energy from your palm or surroundings and evaporate causing the palm to feel cooler അതായത് നമ്മൾ നമ്മുടെ നഖത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് അത് പാർട്ടിക്കിൾ സറൗണ്ടിങ്സ് അബ്സോർബ് evaporate causing the palm to feel cool okay it will absorb the particles present there and will evaporate soon okay after a hot sunny day people sprinkle water on the roof or open ground because the large latent heat of vaporization of water helps to cool the hot surface അതായത് നല്ല ചൂടുള്ള ദിവസമാകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും ഈ ടെറസിന്റെ മേലെയൊക്കെ ഒന്ന് വെള്ളം ആക്കുക അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ അല്ലേ ഓപ്പൺ ഗ്രൗണ്ട് ഒക്കെ ആകുമ്പോൾ അവിടെ ഒന്ന് വെള്ളം തെളിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ലാർജ് ലാറ്റന്റ് ഹാറ്റ് ഓഫ് ഇവോപ്പറേഷൻ അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ വെള്ളം കണ്ടമാനം അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ അത് വാട്ടർ വിൽ അബ്സോർബ് എനർജി ഫ്രം ദ atmosphere in order to retain the energy that had lost thus making the atmosphere cool okay can you cite some more examples from the daily life where we can feel the effect of cooling due to evaporation
Why should we wear cotton clothes in summer? During summer, we perspire more because of the mechanism of our body which keeps us cooler. We know that during evaporation, the particles at the surface of a liquid gain energy from the surroundings or body surface and change into vapor. Heat energy equal to the latent heat of it is equal to the latent heat of vaporization is absorbed from the body, leaving the body cooler. Cotton, being good absorber of water, helps in absorbing the sweat and exposing it to the atmosphere for easy evaporation. അതായത് സമ്മറിന്റെ സമയത്ത് നമ്മൾ കണ്ടമാനം എന്താണ് വിയർപ്പ് പോകും അല്ലെ അദ്ദേഹത്തിൽ നിന്ന്. അത് നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. അപ്പൊ ഈ കോട്ടൺ ക്ലോത്ത്സിന്റെ ഒരു പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞാൽ it has the capacity to absorb the water, absorbing the sweat, exposing to the atmosphere for easy evaporation. അല്ലെ നമ്മുടെ സ്വെറ്റ് അബ്സോർബ് ചെയ്ത് കളയാനും പിന്നെന്താണ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള capacity it is having the cotton cloth. They are having the capacity to absorb water. Okay. Why do we see water droplets on the outer surface of a glass containing ice cold water? Let us take some ice cold water in a tumbler. Soon we will see water droplets on the water surface of a tumbler. Water vapor present in air. It is on coming in contact with the cold glass of water. Loses energy, get converted into liquid state, which we see as water droplets. അതായത് നമ്മൾ തണുത്ത വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കാണുക വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലേ വെള്ളത്തുള്ളികൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. വാട്ടർ വേപ്പർ പ്രസന്റ് അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം എന്ത് ചെയ്യും ഈ വാട്ടർ ഗ്ലാസ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് ലോസ് എനർജി അല്ലേ എനർജി ലോസ് ചെയ്തിട്ട് എന്ത് സ്റ്റേറ്റിലേക്ക് ഫോം ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ഫോം ആവും. അതാണ് നമ്മൾ എന്തായിട്ട് കാണുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കാണുന്നത്. What you have learned? Matter is made up of small particles. The matter around us അല്ലേ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. It exists in 3 states ഏതൊക്കെയാ solid, liquid and gas. Force of attraction between the particles are maximum in solid, intermediate in liquid and minimum in gas. ഇപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ സോളിഡില് കുറവ് ലിക്വിഡ്സില് ഏറ്റവും കുറവ് ഗ്യാസിൽ. സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ദേ ആർ മിനിമം ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ്. അതായത് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആൻഡ് കൈനറ്റിക് എനർജി അല്ലേ ഏതിലാ മിനിമം സോളിഡ്സ് ആണ് മിനിമം. ലിക്വിഡ്സിൽ ഇന്റർമീഡിയറ്റ്. ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഗ്യാസിലാണ് അല്ലേ. The arrangement of particles is most ordered in the case of solid. Ordered എന്ന് പറഞ്ഞാൽ they are closely packed ആണ്. The case of liquid layers of particles can slip. Layers of particles slip and slide over each other while on gases there is no order. അപ്പോൾ സോളിഡ്സ് ആവുമ്പോൾ അവർ ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലേ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ല അതിൽ. അപ്പോൾ ലിക്വിഡ് ആണെങ്കിലോ സ്ലിപ്പ് ചെയ്യും. കാരണം എന്താണ് സ്ലൈഡ് ഓവർ ഈച്ച് അതർ ഇനഫ് സ്പേസ് ഈസ് ദർ. വൈൽ ഇൻ ദി ഗ്യാസ് ആണെങ്കിലോ നോസ് ഓർഡറേ ഇല്ല. അപ്പം എന്താണ് പാർട്ടിക്കിൾസിന് കണ്ടമാനം റാൻഡം ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ഇന്റർ കൺവേർട്ടിബിൾ അല്ലേ മാറ്റർ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. സ്റ്റേറ്റ് ഓഫ് മാറ്റർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ ഓഫ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും മാറ്റിയിട്ട് നമുക്ക് ഈ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും മാറ്ററിനെ. സബ്ലിമേഷൻ ഈസ് എ സ്റ്റേറ്റ്. സബ്ലിമേഷൻ എന്താ സോളിഡ് ടു ഗ്യാസിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയാ. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അത് പോകുന്നില്ല. ഡെപ്പോസിഷൻ ആണെങ്കിലോ ഗ്യാസ് ടു സോളിഡ് അതിലും എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല. ബോയിലിംഗ് എന്ന് പറയുന്നത് ബൾക്ക് ഫിനോമിനയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഫ്രം ദ ബൾക്ക് ഓഫ് ലിക്വിഡിനെ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെയാണ്. അതായത് നമ്മൾ വെള്ളം നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ടു gaseous state, that is vapor state. Evaporation is a surface phenomena. എന്താ പറയാൻ കാരണം particles from the surface gain energy to overcome the force of attraction present in the liquid and change into vapor state. For energy to overcome the force of attraction അല്ലേ liquid state force of attraction intermediate ആണ്. The rate of evaporation ഏതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന സർഫസ് ഏരിയ എക്സ്പോസ്ഡ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. വിൻഡ് സ്പീഡ് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് നോക്കിയതാണ്. ഇവോപ്പറേഷൻ ഇറ്റ് കോസസ് ദ കൂളിംഗ് എഫക്റ്റ്.
Latent heat of vaporization is the heat energy required to change 1 kg of a liquid gas in the atmospheric pressure at this boiling point. അതിനെയാണ് വേപ്പറൈസേഷൻ എന്ന് പറയാം. അതായത് ലിക്വിഡിനെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ഫോം ചെയ്യണു അല്ലേ, എത്ര അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാലോ required to change 1 kg of a solid in a liquid state at the melting point. Vaporization, liquid in a gas, liquid to gas at the ഏത് point boiling point ആണ് heat of vaporization. Fusion പറയുമ്പോൾ solid in a liquid at the melting point. Some measurable quantities and the units. Temperature ഏത് ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യുക, കെൽവിൻ, സിമ്പിൾ K. Length meter m. Mass kilogram kg. Weight Newton N. Volume cubic meter meter cube. Density kilogram per cubic meter kilogram meter raised to -3. Pressure Pascal PA. So that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.